നവീൻ ഡാൽവിൻ്റെ വേർപാട് അപ്രതീക്ഷിതവും വേദനാജനകവുമാണ്. നവീൻ്റെ അച്ഛൻ സുരേഷുമായി സംസാരിച്ചപ്പോൾ എൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം വൈകുന്നേരം രാത്രിയോടുകൂടി അവിടെ നിന്ന് തിരിക്കുമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 11:30 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നാളെ രാവിലെ 12 മണിക്ക് മുമ്പ് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ എന്നോട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ വിളിച്ചെന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. വിമാനത്താവളത്തിലും അതുപോലെ വീട്ടിലും പോയി ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പിന്നെ സംസാരിക്കുന്നതായിട്ട് അവിടെ നടന്ന കാര്യങ്ങളും അപകടം എങ്ങനെ ഉണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളിൽ വന്ന ഒരു ഊഹാവൂഹം വെച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയില്ല. പൊതുവിൽ ഇപ്പോൾ ഡൽഹിയിലുണ്ടായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇത്തരം അക്കാഡമികൾ ആ അക്കാഡമികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഒരു നിരീക്ഷണം വേണം. ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വേണം പ്രവർത്തനം നടത്തേണ്ടത്. ആർക്കും എവിടെയും ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു അക്കാഡമി തുടങ്ങാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. IAS കോച്ചിങ് ക്യാമ്പെന്നെല്ലാം പറയുമ്പോൾ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ധാരാളം അത് മതിയാവും. ഒരു സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പൊതുവിൽ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള കാര്യം പൊതുവിൽ ഗവൺമെൻറ് പരിഗണനയിലുള്ള കാര്യമാണ്. ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്.